അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീനൽ ജന്നത ഖബ്ല അഗ്നിയാഇഹിം. ഈ ഉമ്മത്തിലെ ദരിദ്രരായിട്ടുള്ള മുസ്ലിമീങ്ങൾ അവർ ഈ ഉമ്മത്തിലെ സമ്പന്നരേക്കാൾ മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കും. ബിനിസ്ഫി യൗമിൻ വഹുവ 500 ആം. ദരിദ്രരായ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അര ദിവസം മുമ്പ് ദരിദ്രരായ മുസ്ലിം ഉമ്മത്തിലെ അംഗങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അര ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല, ദുനിയാവിൽ അര ദിവസമല്ലാതെ 12 മണിക്കൂറല്ലാതെ, മറിച്ച് 500 ആം. അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ അവന്റെ ഒരു ദിവസത്തിന്റെ കണക്കെന്ന് പറഞ്ഞാൽ 500 വർഷമല്ല, 1000 വർഷമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന 1000 വർഷമാണ്. അപ്പൊ 1000 വർഷത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 500 ആം, 500 വർഷം. സ്വർഗത്തിൽ മുസ്ലിം ഉമ്മത്തിലെ സമ്പന്നരേക്കാൾ 500 വർഷം മുമ്പ് ദരിദ്രരായ മുസ്ലിമീങ്ങൾ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിന്റെ രഹസ്യം വിശദീകരിക്കുക പറഞ്ഞു. സമ്പത്ത് നൽകപ്പെട്ടവർക്ക് വിചാരണ വർദ്ധിക്കും. അവർ സ്വരുക്കൂട്ടിയ സമ്പത്തിന്റെ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ വർദ്ധിക്കും. അതിനവർ മറുപടി പറയേണ്ടി വരും. ദുനിയാവിൽ അവർ നേടിയത്, സ്വരുക്കൂട്ടിയത്, സമ്പാദിച്ചത്, അതിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ദുനിയാവിൽ വലുതായിട്ടൊന്നും ഇല്ലാത്തവർ അവർക്ക് എളുപ്പത്തിൽ വിചാരണ നേരിടാം എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പറയുന്നു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ആദം സന്തതികൾ അവരുടെ ഇരു കാൽപാദങ്ങളും അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന്, മഹ്ശറിൽ നിന്ന് ഒരടി പോലും ചലിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. 5 ചോദ്യങ്ങൾ അവർക്ക് മേൽ ചോദിക്കപ്പെടുകയും അതിനുത്തരം നൽകുകയും ചെയ്യാതെ ആ 5 ചോദ്യങ്ങളിൽ സമ്പത്തിനെ പറ്റിയുള്ള 2 ചോദ്യമുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വൻ മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് അവൻ സമ്പാദിച്ചത്? നാം സമ്പാദിച്ച ഓരോ തുട്ടും, ഓരോ കറൻസിയും, ഓരോ ചില്ലിക്കാശും അള്ളാഹുവിന്റെ മുമ്പിൽ എവിടെ നിന്ന് സമ്പാദിച്ചു? തട്ടിച്ചതാണോ, വെട്ടിച്ചതാണോ, ഹലാലായ മാർഗത്തിൽ ചോര നീരാക്കി വിയർപ്പൊഴുക്കി നീ സമ്പാദിച്ചതാണോ, പകുത്തു വെച്ചതാണോ? അള്ളാഹുവിന്റെ മുമ്പിൽ സോഴ്സ് കാണിക്കേണ്ടി വരും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് അള്ളാഹു ചോദിക്കും, ബോധ്യപ്പെടുത്തേണ്ടി വരും. തീർന്നില്ല. രണ്ടാമത്തെ ചോദ്യം, നീ എന്തിനത് ചെലവഴിച്ചടോ എന്ന ചോദ്യവും ഉണ്ടാകും. എവിടെ നിന്ന് സമ്പാദിച്ചു എന്നതുപോലെ തന്നെ ഓരോ ഉറുപ്പികയും നീ എന്തിൽ ചെലവഴിച്ചു, ഹലാലിലോ ഹറാമിലോ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനോ അവന് ശുക്ർ ചെയ്യുന്നതിനോ, അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ സമ്പന്നർ പോലും ദരിദ്രരേക്കാൾ പുറകിലായി മാത്രമാണ് വിചാരണ നേരിടേണ്ടുന്ന കടുപ്പത്തിന്റെ വിഷയത്തിൽ അവർ അല്പം പിന്നിലായി മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. സഹോദരങ്ങളെ, സമ്പത്തിന്റെ പരീക്ഷണ വലയത്തിൽ അകപ്പെടാതെ സമ്പത്ത് ദീനിനു വേണ്ടി, ആഖിറത്തിനു വേണ്ടി അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വിനിയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.